GK World and PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, GK World and PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം GK World and PSCയുടെ ടെലഗ്രാം ക്ലാസ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഒപ്പം ഞങ്ങളുടെ FB പേജായ GK World and PSC എന്ന പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. പേജിന്റെ ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് മന്ത്, അതായത് കഴിഞ്ഞു പോയ മാർച്ച് മാസത്തിലെ ഫുൾ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ലൂമിനസ് പവർ ആരംഭിക്കുന്ന പുതിയ ബ്രാൻഡായ അമേസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഉത്തരം വിരാട് കോഹ്ലി. 6 ഗൺ സ്പോർട്സ് അക്കാദമി ആരംഭിച്ച മലയാളി ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ, തിരുവനന്തപുരത്ത്. കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ലഹരി വിരുദ്ധ പദ്ധതിയാണ് ആസ്പിരേഷൻസ് 2018. 2018 ഇൻക്ലൂസീവ് ഇന്റർനെറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 47-ാമതായിരുന്നു. ഒന്നാമത് വന്നത് സ്വീഡനാണ്. 2018 വിജയ് ഹസാരെ ട്രോഫി ജേതാക്കളാണ് കർണാടക സൗരാഷ്ട്രയെ പരാജയപ്പെടുത്തി. 600-ലധികം റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനം ലക്ഷ്യമാക്കി ആരംഭിക്കുന്ന പദ്ധതിയാണ് ശ്രീജൻ. ഫുൾ ഫോം വരുന്നത് സ്റ്റേഷൻ റെജുവനേഷൻ ഇനീഷ്യേറ്റീവ് ത്രൂ ജോയിന്റ് ആക്ഷൻ. അടുത്തിടെ ജോർദാൻ രാജാവിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച കരാറുകളുടെ എണ്ണം 12 അടുത്തതായിട്ട് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ സ്ഥാനപതിയാണ് വിനയ് കുമാർ. ICCയുടെ ഏകദിന ബൗളർമാരുടെ റാങ്കിൽ 1-ാം സ്ഥാനത്തെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അഫ്ഗാനിസ്ഥാനിലെ റഷീദ് ഖാൻ. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഡോക്ടർ V അനിൽകുമാർ. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് മാർച്ച് 2-ാം തീയതിയിലെ ഡെയിലി കറണ്ട് അഫെയർ ആണ്. 2018 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാണ് വിനേഷ് ഫോഗാട്ട്. സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ എന്ന് പറയുന്നത് മാർച്ച് 1-ാം തീയതിയാണ്. മാർച്ച് 1, 2018 ആയിരുന്നു സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ. സീറോ ഡിസ്ക്രിമിനേഷൻ ഡേയുടെ ക്യാമ്പയിൻ വന്നത് വോട്ട് ഈഫ് എന്നായിരുന്നു. HCL ഇൻഫോസിസ്റ്റമിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് രംഗരാജൻ രാഘവൻ ചുമതലയേൽക്കുകയുണ്ടായി. ഹുറും ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് 2018 ഒന്നാമതെത്തിയത് ജെഫ് ബെസോസ് ആണ്. മുകേഷ് അംബാനി 19-ാം സ്ഥാനത്തും ആവുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് ശക്തി സ്ഥല കർണാടകയിലാണ്. ശരീരശാസ്ത്രം എന്ന നോവൽ എഴുതിയത് ബെന്യാമിനാണ്. അടുത്തിടെ കേന്ദ്ര സർക്കാരിന് UDAY പദ്ധതിയിൽ ഉൾപ്പെട്ട കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ആഗോളതലത്തിൽ മറാത്തി ഭാഷയുടെ പ്രചരണം ലക്ഷ്യമാക്കി മഹാരാഷ്ട്ര സർക്കാരുമായി സഹകരിക്കുന്ന കമ്പനിയാണ് വിക്കിപീഡിയ. ഇനി അടുത്തത് 2018 മാർച്ച് 3-ലെയാണ് ഡെയിലി കറണ്ട് അഫെയർ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ബ്രിട്ടനിലെ ഏഷ്യൻ വോയ്സ് മാഗസിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹതയായത് ശത്രുഘ്നൻ സിൻഹയാണ്. ശത്രുഘ്നൻ സിൻഹ. ആർമേനിയയുടെ പുതിയ പ്രസിഡന്റ് ആർമീൻ സർക്കിഷ്യൻ ആണ്. ആരാണ്? ആർമീൻ സർക്കിഷ്യൻ. അടുത്തിടെ നാസ വിക്ഷേപിച്ച നെക്സ്റ്റ് ജനറേഷൻ വെതർ സാറ്റലൈറ്റ് GOES ആണ്. പ്രഥമ IBSF സ്നൂക്കർ ടീം വേൾഡ് കപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. റണ്ണറപ്പ് പാകിസ്ഥാനായിരുന്നു. പങ്കജ് അദ്വാനി മനൻ ചന്ദ്ര സഖ്യമാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സാനിറ്ററി നാപ്കിനുകൾ നൽകുന്നതിനായി ഖുഷി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. ഇന്ത്യ ഇസ്രായേൽ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച മാഗസിനാണ് നമസ്തേ ഷാലോം. 2018 ലോക വന്യജീവി ദിനത്തോട്, അതായത് മാർച്ച് 3-ന് അതിന്റെ പ്രമേയം ബിഗ് കാറ്റ്സ് പ്രെഡേറ്റേഴ്സ് അണ്ടർ ത്രെറ്റ് എന്നായിരുന്നു. ബിഗ് കാറ്റ്സ് പ്രെഡേറ്റേഴ്സ് അണ്ടർ ത്രെറ്റ്.
വിശപ്പ് രഹിത കേരളം എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് സൗജന്യമായ ഭക്ഷണം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ജനകീയ ഭക്ഷണശാല. അത് ആലപ്പുഴയിലായിരുന്നു. ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയ ആദ്യ വനിതാ താരം നവ്ജോത് കൗറാണ്. 65 കിലോ ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിലാണ് നവ്രോജിന് അത് ലഭ്യമായത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് 2018 മാർച്ച് 4 ഡെയിലി കറന്റ് അഫെയർ ആണ്. സ്റ്റീൽ അതോറിറ്റിയുടെ ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായിരിക്കുന്നത് അനിൽകുമാർ ചൗധരിയാണ്. അടുത്തിടെ പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ 3 വർഷത്തെ വിലക്ക് നേരിട്ട നീന്തൽ താരം പ്രശാന്ത കർമാകാറാണ്. ആരാണ് പ്രശാന്ത കർമാകാർ? അടുത്തിടെ ഭാരതി ഡിഫൻസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഇന്ത്യ കോസ്റ്റ് ഗാർഡിന് നൽകിയ ഇന്റർസെപ്റ്റർ ബോട്ട് C-162 ആണ്. കേരളത്തിൽ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ്പ് ലൈനാണ് വി ഹെൽപ്പ്. നമ്പർ വരുന്നത് 180042525585. അടുത്തിടെ സോവറിൻ ക്രിപ്റ്റോ കറൻസി ആരംഭിക്കാൻ തീരുമാനിച്ച ദ്വീപ രാഷ്ട്രമാണ് മാർഷൽ ഐലൻഡ്. യുനെപ്പയുടെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് റിപ്പോർട്ട് 2017 ഇടം നേടിയ ഏക ഇന്ത്യൻ സ്ഥാപനമാണ് എനർജി മാനേജ്മെന്റ് സെന്റർ തിരുവനന്തപുരം. മെക്സിക്കോയിൽ നടക്കുന്ന ISSF വേൾഡ് കപ്പ് 2018 ലോക റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ഷഹ്സർ നിസ്വി. 10 മീറ്റർ എയർ പിസ്റ്റളിനാണ് അദ്ദേഹം സ്വർണ്ണ മെഡൽ നേടിയത്. അടുത്തിടെ 7000 പേരിലധികം പേർ പങ്കെടുത്ത് ഗിന്നസ് റെക്കോർഡിൽ നേടിയ ബുക്ക് റീഡിംഗ് ഇവന്റ് നടന്ന സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോലി. ഓക്കെ, അടുത്തതായിട്ട് മാർച്ച് 5 2018 ഡെയിലി കറന്റ് അഫെയർ ആണ് ഞാൻ പറയുന്നത്. പാകിസ്ഥാൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ദളിത് വനിതയാണ് കൃഷ്ണകുമാരി കോഹ്ലി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നായകനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം റഷീദ് ഖാനാണ്. 19 വയസ്സാണ്. അഫ്ഗാനിസ്ഥാനിലെ റഷീദ് ഖാനാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നായകനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. The 19th ഓസ്കാർ അവാർഡ്സ് 2018 മികച്ച ചിത്രമായത് ദ ഷേപ്പ് ഓഫ് വാട്ടർ ആണ്. സംവിധായകൻ ഗുയിലർമോ ഡെൽ ടോറോ. എന്താണ്? ഗുയിലർമോ ഡെൽ ടോറോ ആണ് ദ ഷേപ്പ് ഓഫ് വാട്ടർ എന്നതിന്റെ സംവിധായകൻ. മികച്ച സംവിധായകന് ദ ഷേപ്പ് ഓഫ് വാട്ടർ എന്നുള്ള അവാർഡും ഈ പടം നേടിക്കൊടുത്തു. മികച്ച നടൻ ഗറി ഓൾഡ്മാൻ ആണ്. ചിത്രം ഡാർക്കസ്റ്റ് ഹവർ. മികച്ച നടി ഫ്രാൻസിസ് MC ഡോർമാൻഡ് ആണ്. 3 ബിൽബോർഡ്സ് ഔട്ട്സൈഡ് എബിംഗ് എന്ന ചിത്രത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടി എന്നുള്ള അവാർഡ് കിട്ടിയത്. മികച്ച സഹനടൻ സാം റോക്ക്വെൽ. 3 ബിൽബോർഡ്സ് ഔട്ട്സൈഡ് എബിംഗ് എന്ന ചിത്രത്തിനാണ് മികച്ച സഹനടനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭ്യമായത്. മികച്ച സഹനടി ചിത്രം ഐ ആന്റോണിയ ആണ്. അലിസൺ ജെന്നിയാണ് മികച്ച സഹനടി. ദ അനിമേറ്റഡ് ഫീച്ചർ ഫിലിം കൊക്കോയാണ് ഈ വർഷത്തെ ഓസ്കാർ അവാർഡ് നേടിയത്. MLA MP-മാരുടെ ക്രിമിനൽ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പ്രത്യേക കോടതി നിലവിൽ വന്ന നഗരം കൊച്ചിയാണ്. മോസ്കോയിൽ നടന്ന ടാൽ മെമ്മോറിയൽ ചെസ് ടൂർണമെന്റിലെ ജേതാവ് വിശ്വനാഥൻ ആനന്ദാണ്. കേരള മഹിളാ കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലതിക സുഭാഷ് ആണ്. ഗ്ലോബൽ ഫയർ പവറിന്റെ 2017 മിലിറ്ററി സ്ട്രെങ്ത് റാങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം 4-മതാണ്. 1-മത്തെ സ്ഥാനം അമേരിക്കയ്ക്കും പാകിസ്ഥാനും 13-ാം സ്ഥാനത്താണ് പങ്കിട്ടിരിക്കുന്നത്. അടുത്തിടെ ജോൺ എബ്രഹാം പുരസ്കാരം നേടിയ മലയാള സിനിമയാണ് ഈട. സംവിധാനം B അജിത് കുമാർ ആണ്. 90-ാമത് ഓസ്കാറിലെ ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടിയ ചിത്രമാണ് ദ ഷേപ്പ് ഓഫ് വാട്ടർ 4. അടുത്തിടെ എമ ഗോവൻ ബിക്കോസ് അവർ വില്ലേജ് അവർ ഡെവലപ്മെന്റ് പദ്ധതി ആരംഭിച്ചത് ഒഡീഷയാണ്. അടുത്തിടെ സൈബർ ഗവേഷകർ കണ്ടെത്തിയ മാൽവെയർ സപോഷി. സ്ത്രീ ശാക്തീകരണത്തിനും പെൺകുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ സ്വയം പ്രതിരോധിക്കുന്നതിനും വേണ്ടി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് രക്ഷ കരാട്ട പരിശീലനത്തിലൂടെ. അടുത്തിടെ അന്തരിച്ച മുൻ കേരള ഹൈക്കോടതി വനിതാ ജഡ്ജി ജസ്റ്റിസ് ശ്രീദേവി മുൻ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ്. പ്രഥമ T20 മുംബൈ ലീഗിന്റെ കമ്മീഷണർ സുനിൽ ഗവാസ്കർ ആണ്. മെക്സിക്കോയിൽ നടക്കുന്ന ISSF വേൾഡ് കപ്പിലെ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് മനു ഭാക്കർ.
ചോക്ലേറ്റ് ബ്രാൻഡായ സ്നിക്കേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മഹേന്ദ്ര സിംഗ് ധോണിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. 90ാമത് ഓസ്കർ ചടങ്ങിൽ ആദരിക്കപ്പെട്ട ബോളിവുഡ് താരങ്ങളാണ് ശശി കപൂറും ശ്രീദേവിയും. അടുത്തതായിട്ട് നമുക്ക് മാർച്ച് 7 കറണ്ട് അഫയർ ആണ് പറയുന്നത്. മേഘാലയയുടെ പുതിയ മുഖ്യമന്ത്രി കോൺറാഡ് സംഗ്മയാണ്. കോൺറാഡ് സംഗ്മ. ജപ്പാൻ നാവികസേനയുടെ വാർഷിപ്പ് യൂണിറ്റ് കമാൻഡറായ ആദ്യ വനിതയാണ് റിയോക്യോ അസുമ. ISSF ഷൂട്ടിംഗ് വേൾഡ് കപ്പ് 2018 ഇരട്ട സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരം മനു ഭാക്കറാണ്. അടുത്തിടെ വർഗീയ കലാപങ്ങളെ തുടർന്ന് 10 ദിവസത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യയിൽ ആദ്യമായി ഹെലി ടാക്സി നിലവിൽ വന്ന നഗരം ബാംഗ്ലൂരാണ്. അടുത്തിടെ അന്താരാഷ്ട്ര യോഗ ഫെസ്റ്റിവൽ ആരംഭിച്ച നഗരം ഋഷികേശാണ്. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കൃതി ബുക്ക് ഫെസ്റ്റിവലിന്റെ വേദി കൊച്ചിയാണ്. അടുത്തിടെ ശിങ്മോത്സവ് ആരംഭിച്ച സംസ്ഥാനം ഗോവയാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ CJ ആന്റണിയാണ് അധിക ചുമതല. ഇന്ത്യയിൽ ഫിൻടെക് സ്പേസിന്റെ വികസനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവൻ സുഭാഷ് ചന്ദ്ര ഗാർഗ് ആണ്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് നായിക ഷമ്മിയാണ്. അടുത്തതായിട്ട് ഞാൻ മാർച്ച് 8, 2018 കറണ്ട് അഫയർ ആണ് പറയുന്നത്. നാഗാലാൻഡ് പുതിയ മുഖ്യമന്ത്രി നെയ്ഫ്യൂ റിയോയാണ്. ചന്ദ്രശേഖര കബാറ അടുത്തിടെ കടമ്മനിട്ട പുരസ്കാരത്തിന് അർഹനായത് അദ്ദേഹമാണ്. ചന്ദ്രശേഖര കമ്പാറ. വേൾഡ് ATM കോൺഗ്രസ് 2018 വേണ്ടി വേദിയായത് മാഡ്രിഡ് ആണ്, സ്പെയിനിലെ. അടുത്തിടെ എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ ACIയുടെ സർവേ അനുസരിച്ച് ലോകത്തിൽ ഏറ്റവും മികച്ച എയർപോർട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹിയാണ്. ഹൈവേകളിലെ യാത്രക്കാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് യസ്യു ഖാന്ത് യാത്ര ആപ്പ്. ഇതോടൊപ്പം 1030 എന്ന ടോൾ ഫ്രീ നമ്പറും ആരംഭിച്ചിട്ടുണ്ട്. 2018 അന്താരാഷ്ട്ര വനിതാ ദിനത്തോടെ പ്രമേയം ടൈം ഇസ് നൗ, റൂറൽ ആൻഡ് അർബൻ ആക്ടിവിറ്റീസ് ട്രാൻസ്ഫോമിംഗ് വിമൻസ് ലൈഫ്. ക്യാമ്പയിനിങ് തീം വരുന്നത് പ്രസ് ഫോർ പ്രോഗ്രസ് എന്നതാണ്. അന്തർദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ ആരംഭിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് സധൈര്യം മുന്നോട്ട്. ഉദ്ഘാടനം പിണറായി വിജയനാണ്. പ്രിറ്റ്സ്കർ പ്രൈസ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ബാലകൃഷ്ണ ദോഷി. വാസ്തുശില്പ മേഖലയിലെ നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് പ്രിറ്റ്സ്കർ പ്രൈസ്. അടുത്തതായിട്ട് മാർച്ച് 9 കറണ്ട് അഫയർ ആണ് ഞാൻ പറയുന്നത്. 48ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2017 മികച്ച നടൻ ഇന്ദ്രൻസ് ആയിരുന്നു. 48ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2017 മികച്ച നടി പാർവതിയാണ്. മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. ചിത്രം ഈ മാ യൗ ആണ്. മികച്ച ചിത്രം ഒറ്റമുറി വെളിച്ചം. സംവിധായകൻ രാഹുൽ റിജി നായർ. മികച്ച സ്വഭാവ നടൻ അലൻസിയർലെ ലോപ്പസ്. ചിത്രം തൊണ്ടുമുതലും ദൃസാക്ഷിയും. മികച്ച സ്വഭാവ നടി പോളി വത്സൻ. ചിത്രം ഈ മാ യൗ ഒറ്റമുറി വെളിച്ചം. മികച്ച ബാലതാരം മെയിൽ മാസ്റ്റർ അഭിനന്ദാണ്. ചിത്രം സ്വനം. മികച്ച ബാലതാരം ഫീമെയിൽ നക്ഷത്ര. ചിത്രം രക്ഷാധികാരി ബൈജു ഒപ്പ്. മികച്ച രണ്ടാമത്തെ ചിത്രം ഏതൻ. സംവിധായകൻ സഞ്ജു സുരേന്ദ്രൻ. മികച്ച ഗാനരചയിതാവ് പ്രഭാവർമ്മ. ചിത്രം ക്ലീൻഡ് ഗാനം ഓളത്തിൽ മേളത്താൽ. മികച്ച സംഗീത സംവിധായകൻ ഗാനം MK അർജുനൻ. ചിത്രം ഭയാനകമാണ്. മികച്ച സംഗീത സംവിധായകൻ സംഗീതം ഗോപി സുന്ദർ. ചിത്രം ടേക്ക് ഓഫ്. മികച്ച ഗായകൻ ഷഹബാസ് അമർ. മായാനദി എന്ന ചിത്രത്തിലെ മിഴിയിൽ നിന്നും. മികച്ച ഗായിക സിത്താര കൃഷ്ണകുമാർ. വിമാനം എന്ന ചിത്രത്തിലെ വാനമകലുന്നുവോ എന്നുള്ള ഗാനം. ജനപ്രിയ ചിത്രം രക്ഷാധികാരി ബൈജു ഒപ്പ്. സംവിധായകൻ രഞ്ജൻ പ്രമോദ്. മികച്ച നവാഗത സംവിധായകൻ മഹേഷ് നാരായണം. ചിത്രം ടേക്ക് ഓഫ്. മികച്ച കുട്ടികളുടെ ചിത്രം സ്വനം. സംവിധായകൻ ദീപേഷ് ടി. അടുത്തതായിട്ട് 2018 മാർച്ച് 10 ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. ITBPയിൽ കോമ്പാക്ട് ഓഫീസർ ആയി നേരിട്ട് പ്രവേശനം ലഭിച്ച ആദ്യ വനിതയാണ് പ്രകൃതി. ത്രിപുരയിലെ പുതിയ മുഖ്യമന്ത്രിയാണ് ബിപ്ലബ് കുമാർ ദേവ്. ഉപമുഖ്യമന്ത്രി ജിഷ്ണു ദേവ് ബർമാനാണ്.
2018 അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് NITI ആയോഗ് ആരംഭിച്ച സംരംഭമാണ് വിമൻ എന്റർപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോം. അടുത്തിടെ വനിതാ സംരംഭകർക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് ഉദയം സഖി പോർട്ടൽ. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ സ്ത്രീ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം. അടുത്തിടെ കേന്ദ്ര സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച ഓക്സോ ബയോഡിഗ്രേഡബിൾ സാനിറ്ററി നാപ്കിൻ സുവിധ 2.5 രൂപ. അടുത്തിടെ ദേശീയ നാരീശക്തി പുരസ്കാരത്തിന് അർഹരായ മലയാളികളാണ് ഡോക്ടർ MS സുനിൽ, ശ്യാമള കുമാരി, ഡോക്ടർ ലിസി മോൾ. പനാമയിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസിഡർ രവി താപ്പാറാണ്. ബ്രിട്ടന്റെ സ്കിൽസ് അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് സഞ്ജീവ് ഗുപ്ത. അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ പുതിയ അവസ്ഥയാണ് റിഡ്ബർഗ് പോളറോൺസ്. എന്താണ് റിഡ്ബർഗ് പോളറോൺസ്? 2017-2018 ഐ ലീഗ് ഫുട്ബോൾ ജേതാക്കളാണ് മിനർവ പഞ്ചാബ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മാർച്ച് 1 മുതൽ മാർച്ച് 10 വരെയുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം അടുത്ത ഇതിൻ്റെ ബാക്കി ഡെയിലി കറണ്ട് അഫയേഴ്സുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. Till then, bye bye and thank you for watching my channel.